ആ ത്രിവേണി സംഗമിക്കുന്ന ആ ഏരിയയിലാണ് ഈ അമൃതിൻ്റെ ഒരു തുള്ളി ഉറ്റിയിട്ടുള്ളത്. ഇവിടെ പോക്കറ്റ് കൈ ഇട്ട് കൊണ്ടുവരുത്ത് നിൽക്കുന്നില്ലേ, അവൻ്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കടലാസ് തോണി ഉണ്ടാക്കത്തില്ലേ, ഈ പോയിന്റിലാണ് ഗംഗയും യമുനയും സംഗമിക്കുന്നത് കേട്ടോ. ആ പുള്ളിക്കാരെ ക്യാനിലും കുപ്പിയിലൊക്കെ ആ ഗംഗയും യമുനയും സംഗം ജസ്റ്റ് ചിന്തിച്ചു നോക്ക്, ദിവസം ഒരു 50 ആൾ വന്നാൽ തന്നെ 500 രൂപയും ഒരു കാണിച്ചതേ അവളെ മുഖം എങ്ങനെ നോക്കണേ. നമ്മളെ മറ്റേതെങ്ങനെയല്ലേ നമ്മളെ മുന്നിലിരിക്കുന്ന ഇവനെ കണ്ടോ, ഇവനെ കുറച്ചു നേരം വീഡിയോ എടുത്ത് ഇവന്റെ വശപശക്ക് തോന്നിയപ്പോ ഞാൻ വീഡിയോ ഇതൊക്കെ തന്നെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ കുംഭമേളയുടെ മൂന്നാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡ് ഇവിടെ തുടങ്ങാം കേട്ടോ. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് പ്രയാഗ്രാജിൽ എങ്ങനെയാണ് വരുന്നത്, എങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ വാഹന തിരക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രയാഗ്രാജിനെ കുറച്ചും കൂടി, അതായത് കുംഭമേള നടക്കുന്ന നഗരിനെ കുറച്ചും കൂടി അടുത്തറിഞ്ഞ് നമ്മൾ എങ്ങനെയൊക്കെയാണ് വരേണ്ടത്, പിന്നെ നമ്മൾ ഇവിടുന്ന് 2 സ്വാമിമാരെ പരിചയപ്പെട്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൂന്നാമത്തെ എപ്പിസോഡ്, അതായത് ഈ എപ്പിസോഡിൽ നമുക്ക് കുംഭനഗരിനെ കുറച്ചും കൂടി അടുത്തറിയാം കേട്ടോ. അധികം ലാഗാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ കണ്ടോ, ഈ കൊച്ചു ടെൻ്റൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർ കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഇവിടെ കുറേ മാല വിൽക്കുന്നതും നമ്മളെ മൊണാലിസിനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇങ്ങനത്തെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നെ വിസ്മയപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുറച്ച് മുന്നേ റെയിൽപാലം കണ്ടിരുന്നു. ഇത് സാധാരണ ഹൈവേ ഉണ്ടോ. ഈ ഹൈവേയുടെ തൂണിലൊക്കെ നല്ല നല്ല വാൾ ആർട്ടുകൾ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെ കുറച്ചൊന്ന് എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ കുംഭനഗരി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മാപ്പ് കണ്ടില്ലേ, അതുപോലെ മറ്റൊരു മാപ്പ് കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ത്രിവേണി സംഗമിക്കുന്ന ആ ഏരിയയിലാണ് ഈ അമൃതിൻ്റെ ഒരു തുള്ളി ഉറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ കുളിച്ച് കയറുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പാപങ്ങളൊക്കെ പോകുന്നതാണ് ഹിന്ദുസിൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനത്തെ നമുക്കതിൽ കാണണമല്ലോ. അപ്പോൾ നമ്മൾ ജനക്കൂട്ടത്തിലൂടെ നമ്മളും കൂടി അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. സംഭവം അവിടെ നമ്മളവിടെ നോക്കിയ സമയത്ത് അങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു. സംഭവം എന്താ, എല്ലാ ടീമും ഇവിടെ എത്തി. ഫ്രീ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വരി പോയി നിന്ന് ഇവിടെ പോക്കറ്റ് കൈ ഇട്ട് കൊണ്ടുവരുത്ത് നിൽക്കുന്നില്ലേ, അവൻ്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഒരാൾ ഒരിക്കൽ വന്നാൽ രണ്ടാമത്തെ വട്ടം വരാൻ പാടില്ല. അങ്ങനെ രണ്ടാമത്തെ വട്ടം ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കാനാണ് ഇവനെ നിപ്പിച്ചിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ആ ത്രിവേണി സംഗമത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തും തോറും നല്ല നല്ല തിരക്കായി തുടങ്ങി കേട്ടോ. വിചാരിച്ചതിനേക്കാളും വളരെ കൂടുതൽ തിരക്കായി തുടങ്ങി. അപ്പോഴാണ് കൗതുകത്തോടെ കാഴ്ച കണ്ടത്. അതേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കടലാസ് തോണി ഉണ്ടാക്കത്തില്ലേ, ആ തോണീൻ്റെ അകത്ത് 3 പൂക്കൾ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഓരോ ആൾക്കാർക്ക്. അത് വെറുതെ അല്ല, പൈസ വാങ്ങിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ആ ഒരു കാഴ്ച അങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് കുറച്ച് കൗതുകത്തോടെ തോന്നി. അങ്ങനെ നടന്ന് നമ്മൾ ത്രിവേണി സംഘത്തിൻ്റെ ആ സ്പോട്ടിൽ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂചി കൊത്താൻ ഇടല്ല എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ അവസ്ഥ വന്നു കേട്ടോ. കാരണം നല്ല തിരക്കായി. കണ്ടോ, ഇവിടെയാണ്, അതായത് ഈ പോയിന്റിലാണ് ഗംഗയും യമുനയും സംഗമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുളിക്കലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കാരണം ഇവിടെ കുളിച്ചാലാണ് ചെയ്ത പാപങ്ങൾ കംപ്ലീറ്റ് കഴുകി പോകുന്നത് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇവിടെ കുളിക്കാനുള്ള മെയിൻ അടിയാട്ടോ. കുറേ കുളിച്ച് കയറി വരുന്നുണ്ട്, കുറേ കുളിക്കാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നോക്കിയേ, കുറച്ച് മുമ്പ് സ്ത്രീ ഒരു തോണിയിൽ 3 പൂക്കളൊക്കെ കെട്ടിക്കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ആ പൂക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ തീയിൽ കത്തിക്കലാണ് കേട്ടോ ഇവിടുത്തെ പരിപാടി.
അതിനൊക്കെ നോക്കിയേ, ഒരു ചേട്ടൻ പുള്ളിക്കാരൻ ക്യാനിലും കുപ്പിയിലൊക്കെ ആ ഗംഗ യമുന സംഗമിക്കുന്ന സ്ഥലത്തിലെ വെള്ളമൊക്കെ മുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പുള്ളിക്കിനി വീട്ടിൽ പോയിട്ട് ഇനി പാവങ്ങൾ വരുന്ന സമയത്ത് കഴുകിക്കളയാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു കേട്ടോ. എന്തായാലും പുള്ളി വളരെ ആവേശത്തിൽ ആ വെള്ളം കൊണ്ടുപോയി കേട്ടോ. പേഴ്സണലി ചില കാര്യങ്ങൾ കാരണം ഞാൻ ആ വെള്ളത്തിൽ കുളിച്ചില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ കണ്ട ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് എൻ്റെ ലൈഫിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ആ നെറ്റിയിൽ ഇങ്ങനെ തേച്ചിട്ട്. അതായത് നിങ്ങൾ കണ്ടെന്ന് നോക്ക്. നെറ്റിയിൽ ഇങ്ങനെ തേച്ചിട്ട് ആ ചുവന്ന കൂരയൊക്കെ കുത്തിയിട്ടുള്ള ഒരു സംഭവം എൻ്റെ വിഷ് ലിസ്റ്റിലെ സംഭവമാണ്. ശരിക്കും ഇങ്ങനത്തെ ഈ പരിപാടിക്ക് 10 രൂപയാണ്. ഇങ്ങനത്തെ അതായത് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും പുള്ളിൻ്റെ കയ്യിൽ നിന്ന് ഈ സംഭവം ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇന്ന് ചോക്ക് ദിവസം ഒരു 50 ആൾ വന്നാൽ തന്നെ 500 രൂപയും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രം മതി. എന്തായാലും ഓരോരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. നടക്കട്ടെ. ഏത് മൂട് രസമാണ്. ഞാൻ എന്നെ അടുത്തൊരു അധികം ആൾക്കാർ അറിയുണ്ടാവും. അത്ര ഡിവോഷനും കാര്യങ്ങളൊന്നുമില്ല. നല്ല തണുപ്പുണ്ടാ. ശരിയാ, നെറ്റില്ലേ ശരിയായ തണുപ്പ്. എടാ മിണ്ടാണിക്കടാ, ശരിയായ തണുപ്പ്. ആ നോർത്തിലെ സൗത്തിലേക്ക് ഇങ്ങനെ എനിക്കറിയില്ല. പക്ഷെ നോർത്തിലെ എല്ലാ ആൾക്കാരും ഭയങ്കര ഡിവോഷനില്ല. നമ്മൾ ചില മലയാളം വിചാരിക്കും ഇവിടം വരെ വന്നിട്ട് ഈ വെള്ളത്തെ കുറിച്ച് എന്ത് കിട്ടണം. പക്ഷെ ഈ നോർത്തിലെ എല്ലാവർക്കും വല്ലാത്ത കാര്യമാണ്. അത് തോന്നിയിട്ടുണ്ട്. അതല്ല അവിടുന്ന് ആ ബോട്ടിൽ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവും വീഡിയോയില്. അവിടുന്ന് ഒരാൾ ബോട്ടിൽ വെള്ളം എടുത്തിരുമ്പോൾ അയാൾക്ക് എന്തോ നമ്മളില്ലേ അർജന്റീന വേൾഡ് കപ്പ് എടുത്തപ്പോൾ മെസ്സി ട്രോഫി വെക്കില്ലേ, ആ അവസ്ഥ ആ പുള്ളിക്കുണ്ടായിരുന്നു. ഫുൾ ഹാപ്പി. അങ്ങനെ നമ്മളന്ന് അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ റൂം തപ്പി കിടക്കല്. റൂമിന് നോക്കി ഒരു ടെൻറ്റിന് എടുത്തെത്തിയപ്പോൾ ടെൻറ്റിന് പെർ പേഴ്സൺ 500 രൂപ പറയുന്നത്. ഇവിടെ അടുത്ത ഇവിടെ റൂമുണ്ട് പോലും, ചെറിയ പൈസ റൂം കിട്ടുന്നുണ്ട് പറഞ്ഞ് അത് നോക്കിയിട്ട് നടക്കുക. അറിയില്ല, ഇവിടെ കിട്ടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് കിട്ടാം. കിട്ടിയില്ലെങ്കിൽ കട്ടപ്പോകാം. നോക്കാം, കിട്ടായിരിക്കും. അവരോളെ കാണിച്ചതേ അവളെ മുഖം എങ്ങനെ നോക്കണേ. എടാ നമ്മളെ മറ്റേത് എങ്ങനെയല്ലേ എടാ മറ്റേത് നമ്മളെ മുന്നിലിരിക്കുന്ന ഇവനെ കണ്ടോ? ഇവനെ കുറച്ചു നേരം വീഡിയോ എടുത്ത് ഇവൻ്റെ വശപശക്ക് തോന്നിയപ്പോൾ ഞാനത് വീഡിയോ കട്ടാക്കി മുന്നോട്ട് നടന്നു കേട്ടോ. അത് ഇവൻ്റെ പിന്നെ കഥ എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ കൂട്ടുകാരും കൂടി ഇരുന്നിട്ട് റൂമിൽ നിന്ന് ശിവമൂലി അടിക്കായിരുന്നു. ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്ത് കുംഭമേള കാണാൻ മൂടായി. അങ്ങനെ ഏത് സമയം നോക്കാണ്ട് ഇവരെന്ത് ചെയ്ത് നൈസായിട്ട് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങി. ഇവിടെ എത്തിയപ്പോഴാണ് ബോധം വെച്ചത്. ഒരു തിരിച്ചോ പൈസയിലാണ് ഇങ്ങനെ ഇരിക്കുക. എന്നിപ്പം പറയുന്ന ചായക്ക് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, പൈസ അയച്ചു തരും. അങ്ങനെ അയച്ചു തന്നിട്ടുണ്ട് അവർക്ക് തിരിച്ച് വീട്ടിൽ പോയി. എന്തായാലും ടീമാണ്. അങ്ങനെ നമ്മളോട് ഒരാൾ പറഞ്ഞു ഇവിടെ റൂമുണ്ട്, നമ്മൾ ആ റൂമിലേക്ക് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ട്രീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വൃത്തികേടും, അതായത് ഒടുക്കാത്ത സ്മെല്ലും. അതായത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊന്നും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്കാർ ഇത്രയും തിരക്കും കൂടെ വന്നല്ലോ. ഒരു സ്ഥലത്തെ ഒരു തുക്രാജ് റൂമ് റേറ്റ് പറയണം 4000 രൂപ. ബെഡില്ല, പുതപ്പില്ല, ഒന്നുമില്ല, വെറും റൂം മാത്രം. റൂമിൽ 4000 രൂപ. ആദ്യം പറഞ്ഞ 5000 ഇത് 4000. ഞാൻ ആദ്യം 5 തപ്പി ഞാൻ 500 ആയിരുന്നു, 500 ആയിരിക്കും. പിന്നെ പറഞ്ഞ 4000 രൂപ. വിചാരിച്ചു ഏത് അച്ഛനോട് ടീം അറിയാമോ വരുന്നുണ്ട്. ബെഡ് വെച്ചോ ടെൻ്റ് ഒക്കെ എടുത്തിട്ടാണെങ്കിൽ നൈറ്റ് സ്റ്റേ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ടെൻ്റ് ഒക്കെ എടുത്തോ കുറച്ച് ബെറ്റർ ആയി വിചാരിക്കും. ഹലോ ഗൈസ്, ഒടുവിൽ നമ്മൾ തിരിച്ചു പോകാട്ടോ. തിരിച്ചു പോകുന്ന പ്ലാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി സ്റ്റേ അടിക്കാൻ വിചാരിച്ചത് ഒരിടത്ത് റൂമില്ല. ഉള്ളിടത്തിലൊക്കെ 5000-4000 റൂമിൽ ചോദിക്കുന്നത്. അങ്ങനെ ഒരു മട ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ നല്ല സംഭവം സെറ്റായിരുന്നു. അവിടെ റേറ്റും കുറവായിരുന്നു. പക്ഷേ റേറ്റും കുറവായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയണ്ടേ, റൂമില്ല, ഫിനിഷായിപ്പോയി.
അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നാളെ രാവിലെയൊക്കെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ രാവിലെ തുപ്പാന്നേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി ഫുൾ കഴിഞ്ഞ് കംപ്ലീറ്റ് അവിടെ ഇവിടുത്തെ കാര്യങ്ങളും കഴിഞ്ഞ് ഇതിനോട് നിന്നിട്ട് കാര്യമില്ല. ഇനി ഇവിടുത്തെ കാര്യങ്ങളും കണ്ടേ അത്യാവശ്യം. അപ്പോൾ ഇവിടെ നിന്ന് കാര്യമില്ല, റിട്ടേൺ പോവാന്ന്. അങ്ങനെ നാളെ രാവിലെ 11 മണിക്ക് ഡൽഹി എത്തും. റൂമിലൊരു 1 മണി ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് നൈറ്റ് സെറ്റ് അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടത് ഇവിടുന്ന് ജ്യൂസി ചിലിമീൻ, അവിടെ പിന്നെ സൗസൺ ബൈപ്പാസ് നമുക്ക് അങ്ങോട്ടാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ ബൈക്കും കാര്യങ്ങളും കിട്ടുമെന്ന് അറിയില്ല, നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബൈക്ക് വന്നു കേട്ടോ. ബൈക്കിന് ഒരാൾക്ക് 200 രൂപയാണ് പറഞ്ഞത്. അങ്ങനെ കുറേ ബാർഗിൻ ചെയ്ത സാധനം 125 അതായത് 125 രൂപയ്ക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. मेरा देखो पूरा गंदा आ गया मेरा, आपको पता है मेरा देखो इसलिए क्या क्या मक्कड़े വിഷയം അവിടുന്നില്ലേ ഇങ്ങോട്ട് വന്ന വണ്ടി മരണക്കടൽ കയറി പോലെയായിരുന്നു. എൻ്റെ അമ്മോ, അയാളെന്ത് വരുത്ത വന്ന് രക്ഷല്ല കേട്ടോ. അത് ഫുൾ വീടൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല, പിടിച്ചിരുന്നത് എങ്ങനെയോ ട്രിപ്പിൾ അടിച്ച് ഏതൊക്കെയോ കുന്നും മല കയറി ഇവിടെ എത്തിട്ടോ. ഇനി ഇവിടെ നേരെ അങ്ങോട്ട് ബസ് ഡൽഹി രാവിലെ ഇരുന്ന് വിചാരിക്കുന്നത് കിട്ടിയ ബസ് കാണുന്നുണ്ട്, ബുക്ക് ചെയ്യണം അങ്ങനത്തെ വന്ന് നമ്മൾ ലെക്ചറേഴ്സ് ബസ്സിലാണെങ്കിൽ പോകുന്നത് സാധാരണ ബസ്സിലാണ് കേട്ടോ. കാരണം നമുക്ക് ബുക്ക് ചെയ്ത ബസ് കിട്ടിയില്ല. അത് അപ്പോൾ എപ്പോഴും പറയാൻ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെ. ഇനി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ഗുഡ് ബൈ.